പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എന്താണ് മാറ്റ്ലാബ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻ ഓഫ് മാറ്റ്ലാബ്, അതുപോലെ ടൂൾ ബോക്സസ്, മാറ്റ്ലാബിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾ ബോക്സസ്, മാറ്റ്ലാബ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, അതുപോലെ മാറ്റ്ലാബ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ഈ വീഡിയോയിൽ നമ്മൾ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോ, അതായത് മാറ്റ്ലാബ് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മാറ്റ്ലാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലൊരു മാറ്റ്ലാബ് ഐക്കൺ അപ്പിയർ ചെയ്യും. ആ മാറ്റ്ലാബ് ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരും. ഇതാണ് മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോ. സോ ഈ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോയിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ കുറേ ഓപ്ഷൻസ് കാണാം. ഹോം, പ്ലോട്ട്സ്, ആപ്സ് എന്നൊക്കെ പറഞ്ഞ് അതിൽ ഹോമിൽ തന്നെ സ്ക്രിപ്റ്റ്, ന്യൂ സ്ക്രിപ്റ്റ്, ഇമ്പോർട്ട് ഡാറ്റ, ലേഔട്ട്, സിംലിങ്ക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്ലോട്ടിനകത്ത് ഒരു ഗ്രാഫാണുള്ളത്, കുറേ ഗ്രാഫ്സ് ഉണ്ട്, നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് യൂസ് ചെയ്യാം. ദെൻ ആപ്സ്, ദെൻ നമ്മൾ എഡിറ്റർ വിൻഡോയിൽ കേഴ്സർ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. എഡിറ്റർ, പബ്ലിഷ്, വ്യൂ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ 3 ഓപ്ഷൻസ് കൂടി അപ്പിയർ ചെയ്യും. എഡിറ്റർ, പബ്ലിഷ്, വ്യൂ. അപ്പോൾ എഡിറ്ററിനകത്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ റൺ ചെയ്യാനുള്ളൊരു ഗ്രീൻ കളറിലുള്ളൊരു റൺ ബട്ടൺ ഉണ്ട്. ദെൻ നമ്മുടെ പ്രോഗ്രാം പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വ്യൂ. സോ നമ്മളാദ്യം ഹോമിലേക്ക് തന്നെ തിരിച്ചു പോയി. സോ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വിൻഡോ, മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോ. സോ ഇവിടെ നമുക്ക് ഈ ടോപ്പ് പോർഷനിലെ ഓപ്ഷൻസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഈ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ ടോപ്പ് പോർഷനെ നമ്മൾ ടൂൾ ബോക്സ് റിബൺ എന്നാണ് പറയുന്നത്. സോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. സോ ഈ ഒരു പോർഷനെ നമ്മൾ ടൂൾ ബോക്സ് റിബൺ എന്ന് പറയും. കൂടാതെ നമ്മുടെ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോയിൽ സർട്ടൻ സ്ക്വയർ ബോക്സസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ സ്ക്വയർ ബോക്സസ് ഓരോന്നിനും ഓരോ നെയിമുണ്ട്. സോ ഇവിടെ മെയിനായിട്ട് 1 2 3 4 5 5 സ്ക്വയർ ബോക്സസ് ആണുള്ളത്. സോ ഇത്തരം സ്ക്വയർ ബോക്സസിന് നമ്മൾ മാറ്റ്ലാബ് വിൻഡോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാറ്റ്ലാബിൽ മെയിൻലി 5 വിൻഡോസ് ആണുള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലെ മാറ്റ്ലാബ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയ്ക്കകത്ത് ആ വിൻഡോയെ നമ്മൾ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോ എന്ന് പറയും. സോ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷന് നമ്മൾ ടൂൾ ബോക്സ് റിബൺ എന്ന് പറയുന്നു. ദെൻ സർട്ടൈൻ സ്ക്വയർ ബോക്സസ് ഉണ്ട്. സ്ക്വയർ ബോക്സസിന് നമ്മൾ മാറ്റ്ലാബ് വിൻഡോസ് എന്ന് പറയും. മാറ്റ്ലാബിൽ മെയിൻലി 5 വിൻഡോസ് ആണുള്ളത്. സോ ഇനി ഏതൊക്കെയാണ് മാറ്റ്ലാബ് വിൻഡോസ് എന്ന് നോക്കാം. So here we can see current folder. This is first window is current folder window, then workspace window, then editor window, command window, command history. ഇതാണ് 5 MATLAB വിൻഡോസ്. കറണ്ട് ഫോൾഡർ വിൻഡോ, വർക്ക്സ്പേസ് വിൻഡോ, എഡിറ്റർ വിൻഡോ, കമാൻഡ് വിൻഡോ ആൻഡ് കമാൻഡ് ഹിസ്റ്ററി. നമ്മൾ മാറ്റ്ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 5 വിൻഡോസും ഒരുമിച്ച് കാണാൻ സാധിക്കണം എന്നില്ല. ഇപ്പോൾ ഇവിടെ 5 വിൻഡോസും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ മാറ്റ്ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 5 വിൻഡോസും കാണാൻ സാധിക്കണമെന്നില്ല. സോ ഹോമിൽ ലേഔട്ട് ഓപ്ഷനിൽ ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമാൻഡ് ഹിസ്റ്ററി ഡിസപ്പിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി കമാൻഡ് ഹിസ്റ്ററി എനിക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ കമാൻഡ് ഹിസ്റ്ററി ഡോട്ട് ക്ലിക്ക് ചെയ്യാം. സോ കമാൻഡ് ഹിസ്റ്ററി എനിക്ക് വീണ്ടും അപ്പിയർ ആവും. അപ്പോൾ ഈ ലേഔട്ട് ഓപ്ഷനെ, ടൂൾ ബോക്സ് ബാറിലെ ലേഔട്ട് ഓപ്ഷനെ ബേസ് ചെയ്ത് നമുക്ക് വിൻഡോസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ലേഔട്ടിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ വിൻഡോസ് അപ്പിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 വിൻഡോസ് ആണുള്ളത്. സോ ഇവിടെ ലേഔട്ട് ഓപ്ഷനെ ബേസ് ചെയ്ത് ഈ 5 വിൻഡോസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. വേറൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ വേറൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ വിൻഡോയും നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇപ്പോൾ എനിക്ക് കറണ്ട് ഫോൾഡർ വിൻഡോ റീസൈസ് ചെയ്യണം. ദെൻ ഇങ്ങനെ റീസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാ വിൻഡോസും ഇപ്പോൾ വർക്ക് സ്പേസ് ആണെങ്കിൽ വർക്ക് സ്പേസ് വിൻഡോയും റീസൈസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വെച്ച് നമുക്ക് ഏതൊരു വിൻഡോയും റീസൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് സ്ക്രീനിൻ്റെ വേറൊരു ബ്യൂട്ടി. ഇനി നമുക്ക് ഓരോ വിൻഡോസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വിൻഡോ നമ്മുടെ ഓക്കെ, നമുക്ക് കമാൻഡ് വിൻഡോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കമാൻഡ് വിൻഡോ. അപ്പോൾ കമാൻഡ് വിൻഡോ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ കമാൻഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ ഇതാണ് കമാൻഡ് വിൻഡോ. കമാൻഡ് വിൻഡോ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ എല്ലാ കമാൻഡ് വിൻഡോയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമാൻഡ് പ്രോംപ്റ്റിലാണ്. സോ എന്താണ് കമാൻഡ് പ്രോംപ്റ്റ്? ഇവിടെ കാണുന്ന ഈ ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് കമാൻഡ് പ്രോംപ്റ്റ്. സോ എല്ലാ കമാൻഡ് വിൻഡോയും ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമാൻഡ് പ്രോംപ്റ്റിലാണ്. കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് ആക്ച്വലി. സോ ഇതാണ് കമാൻഡ് വിൻഡോ. ഈ കമാൻഡ് വിൻഡോയിൽ നമുക്ക് കമാൻഡ്സും കോഡ്സ് ഡാറ്റാസ് എല്ലാം ടൈപ്പ് ചെയ്യാം. ദെൻ എന്നിട്ട് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേയും ചെയ്യാം. കമാൻഡ് വിൻഡോ എഡിറ്റബിൾ അല്ല, ഇവിടെ എഡിറ്റിംഗ് പോസിബിൾ അല്ല. സോ കമാൻഡ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ പ്രോംപ്റ്റ് എന്നൊരു സിമ്പിളാണ്, ഒരു ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. സോ ഹിയർ നമുക്ക് കമാൻഡ്സ് കോഡ്സ് ഡാറ്റാസ് എല്ലാം ടൈപ്പ് ചെയ്യാം, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാം. അതാണ് കമാൻഡ് വിൻഡോ. ഓക്കെ, ഇനി നമുക്ക് പഴയതുപോലെ വിൻഡോസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിൻഡോ കമാൻഡ് ഹിസ്റ്ററി നോക്കാം. ഇതാണ് കമാൻഡ് ഹിസ്റ്ററി. സിമിലർലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമാൻഡ് ഹിസ്റ്ററി എന്ന് എഴുതിയിരിക്കുന്ന പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ കമാൻഡ് ഹിസ്റ്ററി ഓപ്പൺ ആയിട്ട് വരും. ദിസ് ഈസ് കമാൻഡ് ഹിസ്റ്ററി. ഇവിടെ നമുക്ക് ടൈം സ്റ്റാമ്പ്സ് കാണാൻ സാധിക്കും. എന്താ ടൈം സ്റ്റാമ്പ്? ഇതാ ഗ്രീൻ കളറിൽ ഡേറ്റും ടൈമും, ഗ്രീൻ കളറിൽ ഡേറ്റും ടൈമും ഉള്ള ഇതാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കമാൻഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ഇതുപോലെ ടൈം സ്റ്റാമ്പ്സ് കാണാൻ സാധിക്കും. കൂടാതെ കമാൻഡ് ഹിസ്റ്ററി പേര് പോലെ തന്നെയാണ്, നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമ്മൾ പ്രീവിയസ് ആയിട്ട് എൻ്റർ ചെയ്ത എല്ലാ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും ഒക്കെ നമുക്കിപ്പം വിസിബിളാണ്. എല്ലാ ഡാറ്റാസും നമുക്കിവിടെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. സോ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ടൈം സ്റ്റാമ്പ്സ്, ഗ്രീൻ കളറിൽ ഡേറ്റും ടൈമും ഉള്ള ടൈം സ്റ്റാമ്പ്സും കമാൻഡ് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിൻഡോയിൽ യൂസേഴ്സിന് ഇപ്പോൾ പ്രീവിയസ് ആയി കമാൻഡ് വിൻഡോയിൽ എൻ്റർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് സെർച്ച് ചെയ്യാനും അത് കോപ്പി ചെയ്ത് വീണ്ടും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. കമാൻഡ് ഹിസ്റ്ററിയിൽ പ്രീവിയസ് ആയി എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റാസും എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും. സോ നമ്മുടെ യൂസേഴ്സിന് പ്രീവിയസ് ആയി എൻ്റർ ചെയ്ത ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസോ ഡാറ്റാസോ വീണ്ടും ആവശ്യം വരികയാണെങ്കിൽ കമാൻഡ് ഹിസ്റ്ററിയിൽ പോയി അത് കോപ്പി ചെയ്ത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഗ്രീൻ കളറിലുള്ള ഈ ഓരോ ടൈം സ്റ്റാമ്പ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ മാറ്റ്ലാബ് സെഷൻ്റെയും സ്റ്റാർട്ടിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കമാൻഡ് ഹിസ്റ്ററി. ദെൻ നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് വർക്ക് സ്പേസ് വിൻഡോ ആണ്. ഇതാണ് വർക്ക് സ്പേസ് വിൻഡോ. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ വർക്ക് സ്പേസ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ വർക്ക് സ്പേസ് വിൻഡോ ഇതുപോലെയാണ്. വർക്ക് സ്പേസ് വിൻഡോ ലുക്സ് ലൈക്ക് ദിസ്. സോ വർക്ക് സ്പേസ് വിൻഡോയിൽ നമുക്ക് നെയിം, വാല്യൂ ഇത് കാണാൻ സാധിക്കും. നെയിം, വാല്യൂ. ഓരോ മാറ്റ്ലാബ് സെഷനിലും നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസും വേരിയബിൾസുമാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മുടെ വേരിയബിൾസും വാല്യൂ എന്ന പ്ലേസിൽ നമ്മുടെ വാല്യൂസും സ്റ്റോർ ചെയ്യും. അപ്പോൾ കമാൻഡ് വർക്ക് സ്പേസിൽ കമാൻഡ് വിൻഡോയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വേരിയബിൾസും വാല്യൂസും സ്റ്റോർ ചെയ്യപ്പെടും. ഇതേ സംഭവങ്ങൾ കമാൻഡ് ഹിസ്റ്ററിയിലും സ്റ്റോർ ചെയ്യപ്പെടും. ഈ വേരിയബിൾസും വാല്യൂസ് കമാൻഡ് ഹിസ്റ്ററിയിൽ എന്ത് എൻ്റർ ചെയ്താലും അതൊക്കെ സ്റ്റോർ ചെയ്യപ്പെടും. അവിടെ സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻസ്ട്രക്ഷൻസും വേരിയബിൾസും വാല്യൂസ് എല്ലാം കമാൻഡ് ഹിസ്റ്ററിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്.
വർക്ക് സ്പേസിൽ അവിടെ എൻ്റർ ചെയ്യുന്ന വേരിയബിൾസും വാല്യൂസും സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ വേരിയബിൾസും വാല്യൂസും മാത്രമാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ഈ വിൻഡോ എഡിറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ഈ വിൻഡോയിൽ എഡിറ്റിംഗ് പോസിബിൾ ആണ്. നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്തും മാറ്റ്ലാബ് ഫയൽസ് റൺ ചെയ്തും ഈ വിൻഡോയിലെ വേരിയബിൾസിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സോ ഈ വിൻഡോ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് വിൻഡോയിൽ ക്ലിയർ ഓൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. സോ ഈ വിൻഡോ എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് വിൻഡോയിൽ ഞാൻ ക്ലിയർ ഓൾ എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ വർക്ക് സ്പേസ് വിൻഡോ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് സ്പേസ് പറഞ്ഞു, കമാൻഡ് ഹിസ്റ്ററി പറഞ്ഞു, കമാൻഡ് വിൻഡോ പറഞ്ഞു, 3 വിൻഡോസ് പറഞ്ഞു. ഇനി നമ്മൾ എഡിറ്റർ വിൻഡോ ആണ് പറയുന്നത്. ഇതാണ് എഡിറ്റർ വിൻഡോ. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യുന്നത്. സോ എഡിറ്റർ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. സോ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് എഴുതുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും നമ്മൾ കമാൻഡ് വിൻഡോയിൽ കണ്ടു. കമാൻഡ് വിൻഡോയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒക്കെ എഴുതും എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ പ്രോഗ്രാം ലാർജ് ആൻഡ് കോംപ്ലക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത്തരം പ്രോഗ്രാംസ് നമ്മൾ എഡിറ്റർ വിൻഡോസിലാണ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒക്കെ എഴുതാനും എക്സിക്യൂട്ട് ചെയ്യാനും കമാൻഡ് വിൻഡോ യൂസ് ചെയ്യുന്നുണ്ട്. കമാൻഡ് വിൻഡോ എഡിറ്റബിൾ അല്ല, അവിടെ എഡിറ്റിംഗ് പോസിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും ആ പ്രോഗ്രാം ആവശ്യമായി വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എന്നാൽ എഡിറ്റർ വിൻഡോയിൽ നമ്മൾ പ്രോഗ്രാം ലാർജ് ആൻഡ് കോംപ്ലക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത്തരം പ്രോഗ്രാംസൊക്കെ എഡിറ്റർ വിൻഡോയിലാണ് ടൈപ്പ് ചെയ്യുക. സോ ഈ എഡിറ്റർ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ എഡിറ്ററിൽ പോയിട്ട് റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രോഗ്രാം റൺ ആവില്ല, എറർ കാണിക്കും. സേവ് ചെയ്യണം, റൺ ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫയൽ സേവ് ചെയ്യുന്നത് .m എക്സ്റ്റൻഷൻ യൂസ് ചെയ്തായിരിക്കും, അല്ലാത്ത ഫയലൊന്നും റൺ ആവില്ല. സോ സേവ് ചെയ്യുമ്പോൾ .m എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. സോ എഡിറ്റർ വിൻഡോയിൽ എഴുതുന്ന ഫയൽസ് ദാറ്റ് ഈസ് ഈ ഫയൽസ് എല്ലാം .m എക്സ്റ്റൻഷനിൽ നമ്മൾ സേവ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഫയൽ റൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റർ വിൻഡോ കംപ്ലീറ്റ് ചെയ്തു. ദെൻ കറൻറ്റ് ഫോൾഡറിനകത്ത് ഫയൽസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് കറൻറ്റ് ഫോൾഡർ. അപ്പോൾ കറൻറ്റ് ഫോൾഡർ വിൻഡോയിൽ ഫയൽസ് ആയിരിക്കും, കറൻറ്റ് ഡയറക്ടറിയിലുള്ള ഫയൽസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ അതിന് കറൻറ്റ് ഫോൾഡറിൽ ഇത്രേ പറയാനുള്ളൂ, ഫയൽസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണ് വിൻഡോസിനെ കുറിച്ചുള്ളത്. ഒന്നുകൂടി പറയാം, കമാൻഡ് വിൻഡോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. കമാൻഡ് വിൻഡോയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും എല്ലാം ടൈപ്പ് ചെയ്യും. ദെൻ ടൈപ്പ് ചെയ്ത് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്പ്ലേ ആവും. കമാൻഡ് ഹിസ്റ്ററിയിൽ കമാൻഡ് വിൻഡോയിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നു അതെല്ലാം കമാൻഡ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ അവിടെ ടൈം സ്റ്റാമ്പ്സ് ഉണ്ട്. ഓക്കെ, ദെൻ എഡിറ്റർ വിൻഡോയിൽ നമ്മുടെ പ്രോഗ്രാം ലാർജ് ആൻഡ് കോംപ്ലക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ അത്തരം പ്രോഗ്രാംസ് എഡിറ്റർ വിൻഡോയിലാണ് ടൈപ്പ് ചെയ്യുക. സോ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യണം, ദെൻ റൺ ചെയ്യാം. ദെൻ കറൻറ്റ് ഫോൾഡറിനകത്ത് നമ്മുടെ കറൻറ്റ് ഡയറക്ടറിയിൽ ഉള്ള ഫയൽസ് ആയിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് കമാൻഡ് വിൻഡോയിലേക്ക് വരാം. കമാൻഡ് വിൻഡോയിൽ ഞാനൊരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എല്ലാ വിൻഡോസിലും വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ശ്യാം ഈക്വൽ ടു എ ടീച്ചർ, ഇതാണ് എൻ്റെ കമാൻഡ്, എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതാണ്. സോ ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ശ്യാം ഈക്വൽ ടു എ ടീച്ചർ എന്ന് കമാൻഡ് വിൻഡോയിൽ വിസിബിളായി. സോ എൻ്റെ റിസൾട്ട് ഇതാണ്, ശ്യാം ഈക്വൽ ടു എ ടീച്ചർ. സോ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക്
ആൻസർ കിട്ടി എ ടീച്ചർ. ഇതാണ് കമാൻഡ് വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ കമാൻഡ് ഹിസ്റ്ററിയിൽ പോയാൽ കമാൻഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ശ്യാം ഈക്വൽ ടു എ ടീച്ചർ, നമ്മൾ എൻ്റർ ചെയ്ത ശ്യാം ഈക്വൽ ടു എ ടീച്ചർ ഉണ്ട്. നോക്കൂ, ഇവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ട്. സോ ഇന്നത്തെ ഡേറ്റും ടൈമും ഉണ്ട്. അതാണ് നമ്മുടെ ഓരോ മാത്ലാബ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. സ്റ്റാർട്ടിങ് ഒരു ടൈം സ്റ്റാമ്പ് വെച്ചായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ വർക്ക് സ്പേസിലോട്ട് വന്നാൽ നെയിം ശ്യാമാണ്, വാല്യൂ എ ടീച്ചർ. അപ്പോൾ നമ്മുടെ വേരിയബിൾ ശ്യാമാണ്, വാല്യൂ എ ടീച്ചർ. ഓക്കെ, ദെൻ നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാം. സപ്പോസ് എ ഈക്വൽ ടു 2 എൻ്റർ ചെയ്തു. സോ എ ഈക്വൽ ടു 2 എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി എ ഈക്വൽ ടു 2. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ആൻസർ 2 കിട്ടി. സോ നമ്മുടെ വർക്ക് സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എ നെയിമിന് താഴെ എയും വാല്യൂവിന് താഴെ 2 കാണാൻ സാധിക്കും. സോ നമ്മുടെ വേരിയബിളാണ് എ, വാല്യൂ ആണ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കമാൻഡ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുമ്പോഴും കമാൻഡ് ഹിസ്റ്ററിയിൽ ആ ഇൻസ്ട്രക്ഷൻ സേവ് ആവും. ഇവിടെ എ ഈക്വൽ ടു 2 എന്ന് കാണാനുണ്ട് കമാൻഡ് ഹിസ്റ്ററിയിൽ. ദെൻ എന്ത് ഇൻസ്ട്രക്ഷൻ കമാൻഡ് വിൻഡോയിൽ ടൈപ്പ് ചെയ്താലും അറ്റ് ദ സെയിം ടൈം വർക്ക് സ്പേസിൽ അത് സേവ് ആവുന്നത് ഒരു വേരിയബിൾ നെയിം ആൻഡ് എൻ അസൈൻ വാല്യൂ വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ഇൻസ്ട്രക്ഷൻ കമാൻഡ് വിൻഡോയിൽ ടൈപ്പ് ചെയ്താലും അത് കമാൻഡ് ഹിസ്റ്ററിയിൽ സേവ് ആവും. വർക്ക് സ്പേസിൽ അത് സേവ് ആവുന്നത് ഒരു വേരിയബിൾ നെയിം വാല്യൂ വെച്ചായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. സോ ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് CLC. CLC യൂസ് ചെയ്താൽ കമാൻഡ് വിൻഡോ ക്ലിയർ ആവും. അറ്റ് ദ സെയിം ടൈം വർക്ക് സ്പേസ് ക്ലിയർ ആവില്ല, കമാൻഡ് ഹിസ്റ്ററി ക്ലിയർ ആവില്ല. സോ നമുക്ക് വർക്ക് സ്പേസ് കൂടി ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഓൾ എന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാം. സോ ക്ലിയർ ഓൾ എന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് സ്പേസ് ക്ലിയർ ആയി. ക്ലോസ് ഓൾ എന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ കമാൻഡ് വിൻഡോ ക്ലിയർ ആവും. ക്ലിയർ ഓൾ എന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്താൽ വർക്ക് സ്പേസും ക്ലിയർ ആവും. ഓക്കെ, ദെൻ സപ്പോസ് എ ഈക്വൽ ടു 3 എൻ്റർ ചെയ്താൽ നമുക്ക് ആൻസർ എ ഈക്വൽ ടു 3 എന്ന് കിട്ടും. സപ്പോസ് എ ഈക്വൽ ടു 3 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് സെമിക്കോളൻ യൂസ് ചെയ്തു, എന്നിട്ട് എൻ്റർ ചെയ്തു. ദെൻ എനിക്ക് റിസൾട്ട് 3 എന്ന് കിട്ടുന്നില്ല. സോ സെമിക്കോളൻ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ടിനെ സപ്രസ് ചെയ്യാനാണ്. ഓക്കെ, സോ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെമിക്കോളൻ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. സെമിക്കോളൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ടിനെ സപ്രസ് ചെയ്യാനായിരിക്കും. സോ ഈക്വൽ ടു 3 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മുമ്പ് ടൈപ്പ് ചെയ്ത എ ഈക്വൽ ടു 3 എന്നത് ഇവിടെ വർക്ക് സ്പേസിൽ സേവ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ സപ്രസ് ചെയ്ത ഇൻസ്ട്രക്ഷൻ സേവ് ആയിട്ടില്ല. സോ അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയാണ് നമ്മുടെ വിൻഡോസ് മാറ്റ്ലാബ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ മാറ്റ്ലാബ് ഒരു കാൽക്കുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, എങ്ങനെ മാറ്റ്ലാബിൽ റോ വെക്റ്റർ കോളം വെക്റ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. ഓക്കെ.